ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷു സീരീസിലെ 5th വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വിഷു തീമിലുള്ള ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അതിനായിട്ട് ബോട്ടിലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഷു തീമിൽ ഒരു വിഷു കണി, സാധാരണ ക്ലേ ഒക്കെ വെച്ചിട്ടാണ് വിഷു കണി നമ്മൾ ബോട്ടിലായിട്ട് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലേ ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ബോട്ടിൽ ഒരു വിഷു കണി സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനായിട്ട് ബോട്ടിലൊക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നമ്മളിതാ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബേസ് കളറൊക്കെ കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ തന്നെയാണ് എടുക്കുന്നത്, ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ എന്താണ് ഇതിനൊരു ബേസ് കളർ ഏതെങ്കിലും കൊടുത്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് വിഷുക്കണിയുടെ പ്രിൻ്റ് ഔട്ടുകൾ, അതുപോലെ തന്നെ ഇതുപോലെ ഒരു കൃഷ്ണയുടെ പ്രിൻ്റ് ഔട്ട്, അങ്ങനെയൊക്കെ നമ്മൾ പ്രിൻ്റ് ഔട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇത് പ്രിൻ്റ് ഔട്ട് തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മൾ വിഷു വരാൻ പോകുന്നതായതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പറിലും മാഗസീൻസിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ ഫോട്ടോസ് നമുക്ക് കിട്ടും. വിഷുക്കണിയുടെയും അതുപോലെ കൃഷ്ണ അങ്ങനെയുള്ള വിഷു തീമിലുള്ള കുറേ ഫോട്ടോസൊക്കെ കിട്ടും. അതുപോലെ തന്നെ കണിക്കൊന്ന പൂവ് അതൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ പിക്ചേഴ്സ് നിങ്ങൾ എടുത്താൽ മതി, പ്രിൻ്റ് എടുക്കണമെന്നില്ല. പക്ഷേ എനിക്കിവിടെ അങ്ങനത്തെ ന്യൂസ് പേപ്പേഴ്സും കാര്യം അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു പ്രിൻ്റ് എടുത്തു. അപ്പം നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ നിന്നോ മാഗസീനിൽ നിന്നോ കിട്ടുകയാണെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലൊരു പ്രിൻ്റ് ഔട്ട് സംഘടിപ്പിച്ചെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളുടെ ഈ പിക്ചേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് ആ എക്സസ് ആയിട്ടുള്ള പേപ്പറൊക്കെ കട്ട് ചെയ്ത് ആ പിക്ചർ മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കണിക്കൊന്നയും വിഷുവും എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ച് വിളക്ക്, അതുപോലെ തന്നെ കണിക്കൊന്ന, അതുപോലെ നമ്മുടെ കൃഷ്ണയുടെ പിക്ചർ അതൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ് ഡെക്കോ പേജ് ചെയ്ത പോലെയാണ് ഉണ്ടാവുക. അതല്ലാതെ നമുക്കിങ്ങനെ ഒരു എംബോസ് ചെയ്ത് നിൽക്കണ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ താഴെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ടിഷ്യൂ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. എല്ലാത്തിനെയും താഴെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മൾ ടിഷ്യൂ എടുത്ത് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റോൾ ചെയ്തിട്ട് വെച്ചൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ പ്രിൻ്റ് പിക്ചർ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ ഇട്ട് എല്ലാ ഭാഗത്തോട്ടും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഗ്ലൂ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിഷ്യൂ കുറച്ച് കട്ടിയിൽ ഇതുപോലെ റോൾ ചെയ്തിട്ട്, നേരത്തെ ഞാൻ റോൾ ചെയ്യുന്ന കാണിച്ചില്ല, അതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങ് അമർന്നു പോകും. പക്ഷേ അത് ഒരുപാട് പ്രസ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കനം കുറഞ്ഞ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ചുരുട്ടിയെടുത്തിട്ട് അതിതുപോലെ റോൾ ചെയ്ത് ഒട്ടിച്ചാലും മതി. അതല്ലെങ്കിൽ സ്പോഞ്ചോ ക്ലോത്ത്, പഴയ ക്ലോത്തുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആയാലും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ അതിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പിക്ചേഴ്സും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാതും പിക്ചേഴ്സും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എങ്ങനെയുണ്ട് നമുക്ക് കാണാം. അപ്പോൾ അതാ നമ്മൾ ആ കണിയുടെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഭാഗം ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ചൊക്കെ ടിഷ്യൂ ഒക്കെ എക്സസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് കുറച്ച് ഇരുന്നാലും നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കൃഷ്ണയുടെയും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസസുമിലും നമ്മൾ ഇതുപോലെ ടിഷ്യൂ റോൾ ചെയ്ത് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എല്ലാ പീസസും റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ബോട്ടിൽ മുകളിലോട്ട് വെച്ച് കൊടുക്കാൻ വേണം. ഇപ്പം നമ്മളിത് കൃഷ്ണയുടെ പിക്ചറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സെൻറ്റർ ഭാഗത്ത് ഗ്ലൂ ചെയ്യുന്നില്ല, ഈ ഒരു സൈഡ് ഭാഗത്താണ് നമ്മൾ എല്ലായിടത്തും ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഗ്ലൂ ഇട്ടിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലോട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൻഡ് ഭാഗങ്ങൾ മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ താഴെയുള്ള ഭാഗങ്ങൾ മാത്രം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. നമ്മൾ ക്ലേ ഒക്കെ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ നമ്മളുടെ ഒരു കൃഷ്ണയുടെ ഈ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട് ഗ്ലൂ. അതിനുശേഷം എന്താ നമ്മുടെ കണി എടുത്തിട്ടും അതുപോലെ തന്നെ നമ്മൾ വെക്കുകയാണ്. നമ്മുടെ ആ ടിഷ്യൂ എക്സസൈസ് നിൽക്കുന്ന ടിഷ്യൂ ആണ് നമ്മൾ താഴോട്ട് ഇങ്ങനെ പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന നമ്മൾ നേരത്തെ ടിഷ്യൂ റോൾ ചെയ്തിട്ടല്ലേ വെച്ചേ, അപ്പോൾ ആ ഒരു റോള് തന്നെയായിട്ട് നമുക്ക് ഇരിക്കുന്നതായിട്ട് കാണും കേട്ടോ. സെൻറ്ററിൽ നമ്മൾ ഒരിക്കലും പ്രസ് ചെയ്ത് കൊടുക്കരുത്, ഈ എഡ്ജുകൾ മാത്രം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അതുപോലെ ഇങ്ങനെ ഇരുന്നോളും. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് കവറായിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബേസ് കളർ കൊടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് നോക്കൂ,
ഇനി നമുക്ക് ഈ വിളക്ക് അപ്പുറത്തെ സൈഡിലാണ് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ മുകളിലോട്ട് തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ദാ ഈ ഒരു എഫക്റ്റാണ് നമുക്ക് കാണുന്നത്. കണ്ടോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ക്ലേ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഇതുപോലത്തെ ഒരു എംബോസ് ചെയ്തിട്ട് ആയിട്ട് നിൽക്കുന്ന പോലെ ക്ലേ വെച്ച് ചെയ്യുന്ന ഒരു എഫക്റ്റിൽ നമുക്കൊരു വിഷുക്കണി ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ പേപ്പറുകൾ എടുത്തിട്ട് ജസ്റ്റ് ഗ്ലൂ ഇട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് വാർണിഷ് ചെയ്ത് കൊടുത്തിട്ട് ഡെക്കോപ്പേജ് എഫക്റ്റ് പോലെയും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.